ഇന്ന് ചട്ടിയിൽ കുറച്ച് തൈകൾ നടുന്ന പണിയിലാണ്. അപ്പം എല്ലാ ചട്ടികളും നിറച്ച് കഴിഞ്ഞിട്ടോ. അതിനെ എപ്പോഴും വീഡിയോയിൽ കാണിക്കുന്നതുകൊണ്ടാണ് നമ്മൾ ആദ്യം ചട്ടിയിൽ എല്ലാത്തിലും മണ്ണൊക്കെ നിറച്ച് നല്ല സെറ്റാക്കിയിട്ടുണ്ട്. ഇവിടെ കുറച്ച് ചട്ടികളുണ്ടല്ലേ മാറ്റി വെച്ചിട്ടുള്ളത്. ഇത്രയും ചട്ടികളെ നമ്മളെ പച്ചമുളക് വാട്ടരോഗം വന്ന് പോയ ചട്ടികൾ. അപ്പോൾ അതൊന്ന് കാണിക്കാൻ മാറ്റി വെച്ചിട്ടുള്ളതാ. 3, 3, 6, 3, 9, 10, 11 ചട്ടിയിൽ നമുക്ക് പച്ചമുളക് ഇപ്പോഴും വിളവെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇതിലുള്ളത് ഒറ്റ വിളവിനെ കിട്ടി. ഒറ്റ വിളവിനും കിട്ടിയില്ലല്ലോ, നമ്മൾ അപ്പോഴത്തേക്ക് വാടിപ്പോയി. അപ്പോൾ ആ ചട്ടികൾ കൂടെ വേറെ എടുത്തിട്ടുണ്ട്. അതാണ് നമുക്കിപ്പോൾ ഒരു കുറച്ച് കളറുള്ള ചട്ടികൾ, HDP ചട്ടികളും. അതിലൊരു മൺചട്ടിയിലുള്ളതിനും രോഗം വന്ന്, ബാക്കി മൺചട്ടിയിലൊക്കെ ഉള്ള നല്ല സെറ്റാണ്. പിന്നെ നമ്മൾ നട്ടു കൊടുക്കുന്നത് ഏതായാലും നമ്മളിപ്പോൾ ശീതകാല പച്ചക്കറികൾ കാണിക്കൽ തന്നെ ഇരുന്നു കഴിഞ്ഞ 2 ആഴ്ചയായിട്ടുള്ള നമ്മളെ വീഡിയോസിലൊക്കെ. അതിലിപ്പോൾ നമ്മൾ ക്യാബേജ് നട്ടു, കോളിഫ്ലവർ നട്ടു, ബ്രൊക്കോളി നട്ടു, ചൈനീസ് ക്യാബേജ് നട്ടു. അതിനെ ഈ 4 ഐറ്റം നമ്മൾ നട്ടു. അതിൻ്റെ കൂടെ നമുക്ക് എന്ത് ചെയ്യാം, ഇന്നൊരു ഒരു വെറൈറ്റിയും കൂടെ നട്ടു കൊടുക്കുക വെച്ചാൽ. അപ്പോൾ നമ്മൾ ചട്ടിയിലാണ് നടുന്നത്. ഇതാണ് സംഭവം കേട്ടോ. തൈകൾ കണ്ടാൽ നമ്മളെ ബ്രൊക്കോളിയുടെ ഇല പോലെ തന്നെ അല്ലേ. ഇത് ന്യൂക്കോളാണ് കേട്ടോ. അപ്പോൾ കഴിഞ്ഞ വർഷം മുന്നത്തെ വർഷം നമ്മൾ ന്യൂക്കോൾ ചെയ്തിരുന്നു. ഇപ്രാവശ്യം നമുക്ക് കുറച്ച് ന്യൂക്കോളിൻ്റെ തൈകൾ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് ചട്ടിയിൽ നട്ടു കൊടുക്കുക. കുറച്ച് ചൈനീസ് ക്യാബേജും ഉണ്ട്, അതും ചട്ടിയിൽ കുറച്ച് നടാനും നമ്മൾ നട്ടഴിച്ച് കുറച്ച് പോക്ക് തൈ നടാനൊക്കെ ഉണ്ട്. പക്ഷെ നമ്മളെ പുറത്ത് നട്ടയിൽ പറ്റില്ല, ചട്ടിയിൽ തന്നെ പോക്ക് തൈ നടാനും കൂടെ ഉള്ള തൈകളും കൂടെ എടുത്തിട്ട് കുറച്ച് ചൈനീസ് ക്യാബേജും ഉണ്ട്. നമുക്ക് പണി തുടങ്ങാം. ഇതാണ്ടല്ലേ. ഇതിൽ കുറച്ച് ഇങ്ങോട്ട് പറഞ്ഞോളാം, കാണിച്ചു കൊടുക്കുക. BMOള് എക്സാം ആയതുകൊണ്ട് ഉച്ചയ്ക്ക് വന്നാണ്. ഇത് നമ്മൾ ഇതിന് മുന്നേ ബ്രൂക്കോളി കാണുമ്പോൾ പറഞ്ഞു, ബ്രൂക്കോളിയുടെ തൈ ഇതേപോലെ തന്നെ ഷേപ്പ് ഇതേപോലെ തന്നെയാണ്. പക്ഷെ ഒരു ഷേപ്പല്ല, കണ്ടാൽ ചിലവ് ഇതുപോലെ തന്നെ, പക്ഷെ ഒരു റൗണ്ടാണ്. ഇതിൻ്റെത് കുറച്ച് നമ്മുടെ കോളിഫ്ലവറിൻ്റെ ഇല പോലെ നീളത്തിൽ. അതായത് ബ്രൂക്കോളിയുടെ ഇല ക്യാബേജിൻ്റെ ഇല പോലെയും ഇതിൻ്റെ ന്യൂക്കോളിൻ്റെ ഇല കോളിഫ്ലവറിൻ്റെ ഇല വരെ നീണ്ടിട്ടും, പക്ഷെ സൈഡിൽ ഇതുപോലത്തെ ഒരു കട്ടിങ് ഉണ്ടാവും, കുറച്ചുകൂടെ കൂടുതലായിരിക്കും. അപ്പോൾ തൈകൾ മാറിപ്പോകാനൊന്നും പറഞ്ഞാണ്. പെട്ടെന്ന് കണ്ടാൽ എല്ലാം ഒരുപോലെ തന്നെ. ചിലവർ ഇത് കണ്ട കോളിഫ്ലവറാന്ന് പറയും. നമ്മൾ വാങ്ങിക്കുമ്പോഴൊക്കെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പറഞ്ഞതാണ്. ഉമ്മ ഉണ്ട് നടാനായിട്ട്. അപ്പോൾ ഞാൻ ഇട്ടുപോട്ടെ, ഉമ്മ മാറി കേട്ടോ. ഞാൻ ഇട്ടിട്ട് ഉമ്മ ഇങ്ങനെ നട്ടു വന്നോളൂ. നല്ല അപ്പോൾ നടാൻ പാകത്തിനുള്ള തൈകളാട്ടോ. ഈ മുള ഇടുന്നുണ്ടോ? ഇങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ വന്ന് നോക്കുക. എല്ലാം ഇങ്ങനെ കുറേ തൈ കാണുമ്പോൾ ഏത് തൈ ഇടണ്ടല്ലോ. അപ്പം ഇങ്ങനെ വെച്ചു പോവാ. ഉമ്മ നട്ടു വന്നോളൂ കേട്ടോ. ഉമ്മയുടെ കൈ മാത്രം കാണിച്ചാൽ മതി, ഉമ്മ വീഡിയോയിൽ വരില്ല, അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇട്ട് വന്ന്. ഇടുന്നുണ്ടോ? നല്ല കുറച്ച് കുഴിക്കണം, നല്ല സെൻറ്ററിൽ കുഴി. ഇന്നാൾ പറഞ്ഞില്ല ഇപ്പച്ചി നടുമ്പോൾ എങ്ങനെയാണ്. പിന്നെ നമ്മൾ ചട്ടിയിലൊക്കെ മണ്ണ് നിറച്ചേണ്ടില്ലേ, ഒരു ഈ ലെവലിലേ ഉള്ളൂ കേട്ടോ. ഏത് തൈകൾ നടുമ്പോൾ നമുക്ക് എന്താ വെച്ചാൽ ഇതിനൊക്കെ പ്രത്യേകിച്ച് ക്യാബേജും കോളിഫ്ലവറും ഇതേപോലെ ന്യൂക്കോളൊക്കെ നടുമ്പോൾ നമുക്ക് കുറച്ച് ദിവസം കൂടെ കഴിഞ്ഞാൽ 2 ആഴ്ച നമ്മൾ മണ്ണ് ഇട്ട് കൊടുക്കണം. മണ്ണ് അരിക്ക് വെച്ച് കൊടുക്കുന്ന പോലെ ചട്ടിയിൽ ഇട്ട് കൊടുക്കണം. അതുകൊണ്ടാണ് കുറച്ച് താഴ്ത്തിയിട്ട്, ഇതെന്തായാലും കുറച്ചുകൂടെ ഒന്ന് ഇരിക്കും നനയ്ക്കുമ്പോഴും. അപ്പം അതിനനുസരിച്ച് മണ്ണ് കുറച്ച് താഴ്ത്തി ഇട്ട് കൊടുക്കണം ചട്ടിയിലൊക്കെ. എന്നിട്ടാണ് നമുക്ക് എന്തായാലും മണ്ണ് ഇട്ട് കൊടുക്കാനല്ലോ. ഈ അരിക്ക് വെക്കുമ്പോഴും മണ്ണ് ഇടുമ്പോഴൊക്കെയാണ് ഇതൊക്കെ നല്ല രീതിയിൽ പെട്ടെന്ന് വളർന്ന് കിട്ടുക. അപ്പോൾ ഫുള്ളായിട്ട് മണ്ണ് നിറച്ച് കഴിഞ്ഞാൽ നമുക്ക് നടക്കൂല, പിന്നെ മണ്ണ് ഇടാനൊരു സ്പേസ് ഇല്ല. അങ്ങനെ പാളി പോയിട്ടുണ്ട്. നമ്മൾ കുടുങ്ങിപ്പോയത് നമ്മൾ ഇതിലാണ്, ഉരുളക്കിഴങ്ങ് ചട്ടയിൽ മാക്സിമം മണ്ണായിപ്പോയി. എന്നിട്ട് നമ്മൾ ഒപ്പിച്ചിട്ട് കൊടുത്താണ്. നല്ല ഫ്രഷ് തൈകളാട്ടോ. ഈ ഒരു റേഞ്ചിലാണ് നമ്മൾ തൈകൾ നടേണ്ടത്. പക്ഷെ നമ്മൾ കുറേയൊക്കെ നടുന്ന സമയത്ത് സ്ഥലം റെഡി ആവാനൊക്കെ ടൈം എടുക്കുന്നതുകൊണ്ടാണ് ട്രയൽ വെച്ചിട്ട് കുറച്ച് തൈകളൊക്കെ വലുതായി പോകുന്നത്. HDP ചട്ടിയിൽ ഇപ്പം 2ാം റൗണ്ട് ആട്ടം നമ്മൾ നടുന്നത്. അതാ പറയുന്നത്, ഇങ്ങനത്തെ ചട്ടികൾ ഉപയോഗിക്കുമ്പോൾ ഗ്രോ ബാഗൊക്കെ ഉപയോഗിക്കുന്നതിലും ഒക്കെ കൂടുതൽ വർഷങ്ങൾ നമുക്ക് കിട്ടും ചെയ്യും. റിസ്ക്കും ഇല്ല. വേഗം കൊട്ടി നമ്മൾ എന്ത് ചെയ്തു, ഒന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ട് അടുത്ത സെറ്റ് നിറച്ച്. നമ്മൾ പുതിയ ചട്ടി കുറച്ചുകൂടി വലുപ്പമുള്ളതുകൊണ്ട് ഇതിൽ നമ്മൾ ഡബിൾ വെച്ച് നടുന്നുണ്ട്. ന്യൂക്കോളിൻ്റെ കൃഷി നമ്മൾ ചെയ്തപ്പോൾ നല്ല കോമഡി ആയിരുന്നു. ഇവിടെയൊക്കെ ഉണ്ടാക്കിയിട്ട് നമ്മൾ അതിൽ 2 തൈ കേട്ടോ. നമ്മൾ വലിയ സെറ്റാക്കിയൊക്കെ ഉണ്ടാക്കി. ഇതിവിടുത്തെ ആളുകൾ കണ്ടപ്പോൾ എല്ലാവർക്കും ഒരു അത്ഭുതം, എന്താ സാധനം എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ഇതിന് നല്ല ഗുണങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഇവിടെയുള്ള ആളുകളൊന്നും അങ്ങനെ വാങ്ങിച്ചില്ല. നമ്മുടെ അടുത്ത് കൂടുതൽ വാങ്ങിച്ചത് നമ്മളെ സ്ഥിരം മീനൊക്കെ വാങ്ങിക്കുന്ന പോലെ തന്നെ നമ്മളെ ബംഗാളികളാണ്, ഹിന്ദിക്കാരാണ് നമ്മളിവിടെ കൂടുതൽ വാങ്ങിച്ചിട്ടുള്ളത്. പിന്നെ തമിഴ്നാട്ടിലും ഇതിന് നല്ല ചിലവുണ്ട് കേട്ടോ. അവിടെ സാമ്പാറിൽ പെങ്ങൾ അങ്ങോട്ട് കൊണ്ടുപോയ സമയത്ത്, കുഞ്ഞാത്ത അങ്ങോട്ട് കൊണ്ടുപോയ സമയത്തൊക്കെ ഓള് പറഞ്ഞ് തമിഴ്നാട്ടിലൊക്കെ പച്ചക്കറി കടയിലൊക്കെ ഈ സാധനം ഉണ്ട്, നല്ല ചിലവുണ്ട്. ഇവിടെ ഉള്ളവർക്ക് എന്താ ചെയ്യുക, ഇതിന് ഗുണങ്ങളും അറിയില്ല, ഇതൊന്നും വലിയ ഇഷ്ടമില്ല അതൊന്നും. നമ്മൾ ഇപ്രാവശ്യം ചെയ്യുന്നത് എന്തായാലും നമ്മളെ ഭായിമാർ വാങ്ങും. ഇതിൻ്റെ ഇടയ്ക്കൊക്കെ മീൻ വാങ്ങാൻ വരുമ്പോഴൊക്കെ അവർ ചോദിക്കുന്നുണ്ട്. അവർക്ക് എന്താ ഭയങ്കര കാര്യമാണിത്. പിന്നെ നമുക്ക് ന്യൂക്കോള് എല്ലാവരും കണ്ടിട്ടറിയില്ല, ഒരു റൗണ്ട് ഷേപ്പിൽ നമ്മൾ ബീറ്റ്റൂട്ടൊക്കെ വരുന്ന പോലെ ഇത് മുകളിലോട്ട് ഇങ്ങനെ വരികയായിട്ട് ചെയ്യുക. താഴേക്കല്ല പോവുക, അത്യാവശ്യം മണ്ണിൽ ഇങ്ങനെ പൊന്തിയിട്ട് ഒരു റൗണ്ട് ഷേപ്പിൽ വന്നിട്ട് ഇലയൊക്കെ കണ്ടാൽ നമ്മളെ കോളിഫ്ലവറിൻ്റെയും ഇതിൻ്റെ ഇല പോലെ തന്നെ മുകളിലോട്ട് ഇങ്ങനെ വരും.
ബാക്കിയൊരു ഉണ്ട പോലെ. എന്തായാലും നമുക്ക് വിളവെടുക്കുമ്പോൾ കാണിച്ചു തരാം. സൂപ്പർ സാധനം, കണ്ടാലും നല്ലതാണ്. നമുക്ക് ഇങ്ങനെ തോരൻ വെക്കാനും പിന്നെ സാമ്പാറിലാണ്, തമിഴ്നാട്ടിലൊക്കെ അധികം ഇത് സാമ്പാറിലിടും, അങ്ങനെയൊക്കെയാണ് ഉപയോഗിക്കുന്നത്. നല്ല ഗുണങ്ങളും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞ ബ്രോക്കോളി പോലെ തന്നെ ഈ എല്ലാ സാധനത്തും നല്ല ഗുണങ്ങളുണ്ട്. പക്ഷെ നമ്മളെ ആളുകൾ ഇതൊന്നും കഴിക്കാത്തതുകൊണ്ടും ഇതൊന്നും കാണാത്തതുകൊണ്ടാണ് ഇതിനൊരു വലിയൊരു ഇത് കൊടുക്കാത്തത്. പക്ഷെ എന്നാലും ഇനി എല്ലാവരും വരുന്നൊക്കെ പ്രതീക്ഷ ഉണ്ട്. നമ്മളങ്ങനെ എല്ലാ കൃഷി നമ്മൾ ചെയ്യണത്, എല്ലാ ഐറ്റം നമുക്കിവിടെ ആളുകൾക്ക് കാണിച്ചു കൊടുക്കണം, ഇതൊക്കെ ഉണ്ടാവുന്നു ചെയ്യാൻ പറ്റുന്നു. അപ്പൊ ഇതിലൊക്കെ നമ്മൾ ഡബിൾ ചെയ്യുന്നുണ്ട്. പക്ഷെ വലിയ ചട്ടി ആയതുകൊണ്ട് ഇത് ഒന്ന് സെൻട്രലായിപ്പോൾ ഇത് മാറ്റണം. ഡബിൾ ചെയ്യുമ്പോൾ എന്തായാലും അധികം സെൻട്രൽ വെക്കാൻ പറ്റില്ല, കുറച്ചും ഇങ്ങോട്ട് മാറ്റിയിട്ട് തൈ വെച്ച് കൊടുക്കണം, എന്നാലും 2 വെക്കാൻ പറ്റുള്ളൂ. പുതിയ ചട്ടി എന്തായാലും നല്ല റൗണ്ട് ഉണ്ട്, അത്യാവശ്യം സ്പേസ് ഉണ്ട് ചട്ടിക്ക്. ഇപ്പൊ നട്ട തൈകളെ നമുക്ക് ഇവിടെ അങ്ങനെ വെക്കാം. ഇത് എവിടെയായിരുന്നു നമ്മൾ 2 ദിവസം മുന്നേ ക്യാരറ്റും ഇത് വെണ്ട ഇതൊക്കെ നട്ടിട്ട് ഇങ്ങനെ വെച്ചിരുന്നത്. അപ്പൊ അതൊക്കെ ഇവിടുന്ന് എടുത്തിട്ട് നമ്മൾ മാറ്റിയിട്ടുണ്ട്, അതൊക്കെ ഒന്ന് കാണിച്ചു തരാം. അമ്മ ഏതായാലും അവിടെ നടുകയല്ലേ. ഇവിടെ കുറച്ച് ഷെയ്ഡുള്ള സ്ഥലമായതുകൊണ്ട് നട്ട് 2 ദിവസമൊക്കെ നമുക്ക് അവിടെ വെക്കാം. 2 ദിവസമൊക്കെ വെച്ച് കഴിഞ്ഞാൽ പിന്നെ തൈകൾ അവിടുന്ന് കറക്റ്റായി കിട്ടില്ല. അതുകൊണ്ട് ഇതാ നമ്മൾ വെണ്ടേന്റെ തൈയൊക്കെ കുറച്ച് വെളിച്ചമുള്ള നമ്മുടെ ഫാമിലേക്ക് വരുന്ന വഴിയുടെ സൈഡിൽ തന്നെ ഇങ്ങനെ വരുന്നിടത്ത് ഇവിടെ സൈഡിലായിട്ട് നമ്മൾ ഓർഡറിൽ വെച്ചിട്ടുണ്ട്. ഇപ്പൊ കുറച്ച് അടുപ്പിച്ചിട്ടാണ്, ഇനി വലുതാണെന്നനുസരിച്ച് നമ്മൾ കുറച്ച് വിട്ടു വെക്കും. ചോളത്തിന്റെ തൈകളൊക്കെ മുളച്ചാണില്ലേ, നമ്മളെ സ്വീറ്റ് കോൺ. അപ്പൊ അതൊക്കെ ഡബിൾ നട്ടയിൽ ഡബിൾ മുളച്ചിട്ടുണ്ട്. പിന്നെ ചിലയിലൊക്കെ ഒന്നായിട്ടുണ്ട്, അങ്ങനെയൊക്കെ വന്നിട്ടുണ്ട്. എന്നാലും എല്ലാം മുളച്ചിട്ടുണ്ട് കേട്ടോ. ഇതിലിപ്പോ നമ്മള് മുളച്ചിട്ടില്ല എന്ന് വെച്ച് നോക്കുമ്പോഴാ ഇന്നതാ ചോളം വരുന്നുണ്ട്. നമ്മൾ ആദ്യം കുതിർത്തിയിട്ടാട്ടോ ചോളത്തിന്റെ വിത്ത് നട്ടിട്ടുള്ളത്. പിന്നെ ഇത് വെണ്ട, ഇതൊക്കെ കണ്ടോ, അത്യാവശ്യം നല്ല വെയിലുള്ളിടത്തേക്ക് വെച്ചാൽ ഇനിയും കണ്ട് തൈകൾ നല്ല വളർന്നിട്ടുള്ളൂ. ഇനി നമ്മുടെ ക്യാരറ്റ് ഒക്കെ വെച്ച സ്ഥലം കൊണ്ടൊന്ന് കാണിച്ചു തരാം. കണ്ടില്ല നമ്മുടെ ഉരുളക്കിഴങ്ങിനൊക്കെ അത്യാവശ്യം നല്ല 2 ദിവസം മുന്നേ ഇന്നിപ്പോ ഇന്നലെ കമന്റ് ചോദിച്ചിരുന്നില്ലേ, ഉരുളക്കിഴങ്ങ് വെയിലത്ത് ഇതുപോലെ വെക്കണം, എന്നാലും ഉരുളക്കിഴങ്ങൊക്കെ നല്ല റെഡി ആയിട്ട് കിട്ടുള്ളൂ. ഇവിടെ അന്ന് നമ്മൾ കുറച്ച് ബ്രൊക്കോളിന്റെ തൈയും ചട്ടിയിൽ നട്ടുവാക്കണ്ടില്ല, പെട്ടെന്ന് വളരുന്നുണ്ട്. ഇതാ ബ്രൊക്കോളിയുടെ തൈ, ഇതൊക്കെ നമ്മൾ വീഡിയോ കാണിച്ചാണ്. എന്നാൽ തൈകളൊക്കെ ഒന്ന് കാണിച്ചു തരാം. നമ്മൾ വെളിച്ചുള്ള സ്ഥലത്തേക്കാണ് മാറ്റി. ഇവിടെ കുറച്ച് ഷെയ്ഡ് ആണെങ്കിലും ഉച്ചയ്ക്ക് ശേഷം നല്ല വെയിൽ വരുന്ന സ്ഥലം കേട്ടോ. ഇവിടെ ക്യാരറ്റൊക്കെ ഒക്കെ നല്ല വളർന്നുണ്ട്. ഇത് നമ്മള് ബുള്ളറ്റ് മുളക്, നമ്മൾ കൊണ്ടാട്ട മുളക് നട്ടെ ഒക്കെ ഇപ്പോഴാണ് ഒക്കെ ഇന്ന് രാവിലത്തെ പണി നമുക്ക് ഇതായിരുന്നു കേട്ടോ. ഇതൊക്കെ ഒന്ന് വെളിച്ചുള്ളടത്തേക്ക് വെക്കുക, എടുത്ത് വെക്കുന്നൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തു. ഇവിടെയൊക്കെ നമ്മൾ പച്ചമുളക് നട്ടിട്ട് നമ്മൾ പോയ പച്ചമുളകിന്റെ സ്ഥലം അത്. പിന്നെ കുറെ സ്ഥലം നമുക്ക് ഇല്ലാത്തതുകൊണ്ട് ഒരു ഐറ്റം മാറ്റുമ്പോഴാണ് നമുക്ക് അതൊക്കെ അങ്ങനെ വെക്കാൻ പറ്റുള്ളൂ. ഇതിനെ കാണിക്കണ്ടല്ലോ, 2 ദിവസം മുന്നേ വീഡിയോ കണ്ടില്ല. അത് അങ്ങനെ ആയിട്ട് വെയിൽ കിട്ടുമ്പോൾ ഇപ്പൊ നമ്മൾ സ്പ്രിംഗ്ലർ ഓൺ ചെയ്ത് കൊടുക്കും. ഇപ്പോഴാണ് നല്ല വെയിൽ വന്നത്. അതാണ് ഇലകളൊക്കെ ചെറിയൊരു വാട്ടങ്ങനെ ആ വെയിലിന്റെ ഇതിലൂടെ വരുന്നത്. ചൈനീസ് ക്യാബേജ് ഒക്കെ നല്ല സെറ്റായി വരുന്നുണ്ട്. ഇതൊക്കെ നമ്മളിങ്ങനെ അപ്ഡേഷൻ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കും. ഇനി വേഗം നമുക്ക് ഈ തൈകളൊക്കെ എടുത്തിട്ട് ഇന്നിപ്പോൾ നമ്മൾ കണ്ടില്ല, നമ്മൾ നിറയ്ക്കുന്നതിന്റെ ഈ സൈഡിൽ തന്നെ വെക്കുക. പിന്നെ നമ്മള് ഊട്ടിന്ന് കിട്ടിയ സമ്മാനം കാണിക്കണ്ടേ, ഊട്ടിന്ന് നമുക്ക് കിട്ടിയ കെയില് കണ്ടില്ലേ. കെയിലിന്റെ തലപ്പ് വെറുതെ കുത്തിയാണ്, പക്ഷെ അതിന്റെ കഷ്ണം മുറിച്ച് കുത്തി കണ്ടില്ല, നല്ല തേക്കുന്നുണ്ട്. നമുക്ക് കുറച്ച് ദിവസം കൂടെ കഴിഞ്ഞാൽ കെയിൽ ഇതുപോലെ ഇങ്ങനെ, ഇപ്പോഴും കണ്ടില്ല ഒരു വാട്ടോ കാര്യങ്ങളോ ഒന്നുമില്ല, ഇതൊക്കെ പിടിച്ചിട്ടിട്ടുണ്ട്. പിന്നെ നല്ല തണുപ്പും കാര്യം ആയതുകൊണ്ട് കെയിലിന് വേറെ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. എന്തായാലും നമുക്ക് കെയിൽ എത്ര ഇനി വേനലിലോട്ട് കെയിൽ ഉണ്ടായി കിട്ടുമെന്നറിയില്ല. എന്തായാലും ഈ 2 മാസം നമുക്ക് എന്തായാലും കെയിൽ സൂപ്പറായി കിട്ടും. ഊട്ടി ചെന്നിട്ട് ഞങ്ങൾക്ക് ഒരു ചേട്ടൻ തന്ന ഗിഫ്റ്റ് അത്. അപ്പൊ അത് 2 ചട്ടി, അത് കുറച്ച് വലിയ ചട്ടി കേട്ടോ. കെയിൽ നട്ട ചട്ടി നോക്കി വെച്ചാൽ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇല മുറിച്ചെടുക്കുന്നതുകൊണ്ട് അത്യാവശ്യം പടർന്നുണ്ടാവാനൊക്കെ പറ്റിയ ചട്ടിയാണ്. അപ്പൊ ഇവിടെ ഒക്കെ നമ്മൾ നട്ട് കഴിഞ്ഞു. ഇത് നമ്മൾ ചൈനീസ് ക്യാബേജ് ഇവിടെയുണ്ട്. എനിക്കിതാ ചൈനീസ് ക്യാബേജിന്റെ തൈ സൂപ്പർ തൈകൾ ഇട്ടില്ലേ. നമ്മൾ ആദ്യം കൊടുത്ത തൈയൊക്കെ പുറത്ത് നട്ടതൊക്കെ എല്ലാം പിടിച്ചിട്ടിട്ടുണ്ട്. പക്ഷെ ചെറിയ തൈകളേനും ഇത് കണ്ടില്ല, നല്ല കരുത്തുള്ള അടിപൊളി തയ്യ. ഇത് പിന്നെ ഡബിൾ ഇടാൻ പറ്റൂല കേട്ടോ, സ്പേസ് ഉണ്ടാവില്ല. മറ്റേത് നമ്മള് അടിയിൽ നിന്ന് ഇങ്ങനെ വരുന്നതുകൊണ്ട് ചിലപ്പോൾ നമ്മളെ പഴയ ഫോട്ടോ പഴയ ഫോട്ടോ എന്നല്ല, നമ്മൾ കഴിഞ്ഞ വർഷം മുന്നത്തെ വർഷമല്ലേ ഇത്, 2 വർഷമില്ല, ആ ഫോട്ടോ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് വേണമെങ്കിൽ ആ ഫോട്ടോ പറ്റുമെങ്കിൽ നമ്മൾ ആഡ് ചെയ്യും കേട്ടോ. ഒന്ന് ഉണ്ടെങ്കിൽ മൊബൈലിൽ നോക്കട്ടെ, നമ്മളിവിടെ ചെയ്തിട്ട് അതിൻ്റെ അത്യാവശ്യം നല്ല അങ്ങനെ ഈ വലുപ്പമുണ്ടായിരുന്നു ഓരോന്ന്, അത് വേണമെങ്കിൽ ഒന്ന് കാണിക്കാം. നമ്മൾ എവിടുന്ന് കട്ട് ചെയ്ത് വെക്കുന്ന ഫോട്ടോ ഒന്നല്ല, നമ്മൾ കൃഷി ചെയ്തതിൻ്റെ ഒരു ഫോട്ടോ ഉണ്ട് കേട്ടോ. അപ്പം പഴയ നമ്മളെ ആദ്യത്തെ മൊബൈലിൽ എടുത്തു വെച്ചത് ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടാവും, നോക്കട്ടെ. ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചിലവർക്കൊന്നും ഈ ന്യൂ കോൾ പെട്ടെന്ന് അറിയില്ല, അതൊന്ന് കാണിക്കാനാണ്.
പിന്നെ മാർക്കറ്റിംഗ് നമുക്കൊരു വിഷയമില്ല, എന്തായാലും നമ്മളെ ഭായിമാർ വാങ്ങുന്ന അത്രയും ഉറപ്പാണ്. മീൻ വാങ്ങിക്കാൻ വരുമ്പോഴും ഭായിമാർ ചോദിച്ച സാധനമാണ്. അവർ കോളിഫ്ലവറും ക്യാബേജും ഒന്നും അങ്ങനെ വാങ്ങിക്കില്ല, ന്യൂക്കോൾ എടുത്ത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ ബായി സെറ്റാക്കും 2 months എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ജനുവരി ഫെബ്രുവരി ആകുമ്പോഴത്തേക്ക് ഇത് വിളവെടുക്കാനാവും ചെയ്യും. ജനുവരി ലാസ്റ്റിലെങ്കിലും നമുക്ക് വിളവെടുക്കണം. ഇപ്പം നട്ടാലും ജനുവരി ലാസ്റ്റിൽ നമുക്ക് വിളവാവണം. തണുപ്പ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതൊന്നും സെറ്റായി കിട്ടൂല. അന്ന് ഞങ്ങൾ ന്യൂക്കോൾ ചെയ്തപ്പോഴും ഇതിന്റെ മുകളിലോട്ട് വരുന്ന ആ കായ്ക്ക് മുകളിൽ ഇങ്ങനെ ഒരു വിള്ളൽ വരുന്നുണ്ട്. അപ്പം കൃഷിഭവൻ ഓഫീസറോട് ചോദിച്ചപ്പോൾ സാർ പറഞ്ഞു ബോറോണിന്റെ ഒരു കുറവുകൊണ്ടാണെന്ന്. പക്ഷെ അത് മാത്രമല്ല, കാലാവസ്ഥ മാറി ഇങ്ങനെ തണുപ്പ് കുറയുന്നതനുസരിച്ച് ഇതിനൊക്കെ ചീച്ചിലും കേടുകളൊക്കെ വരുന്നുണ്ട്. നമുക്ക് എന്ത് ചെയ്യുന്നത്, ഇപ്പം നട്ടാലും വേഗം സെറ്റാക്കി എടുക്കാം. ഇനി ഇതൊക്കെ ഒന്ന് ഓർഡറിൽ വെക്കട്ടെ. വേഗം ഓർഡറിൽ പറഞ്ഞാൽ നമ്മൾ ഇതുപോലെ ഈ സൈഡിലാണ് ഇപ്പോൾ വെക്കുന്നത്. ഇനി ഇവിടുന്ന് നമുക്ക് നമ്മളെ ക്യാബേജൊക്കെ വിളവെടുക്കാനായിട്ട് കേട്ടോ. ചട്ടിയിൽ നട്ട ക്യാബേജൊക്കെ അത്യാവശ്യം സെറ്റായിട്ടുണ്ട്. ഇനിയിപ്പോൾ ഫാമിൽ വരുന്നവർക്കൊക്കെ നമ്മൾ പച്ചക്കറി കൊടുക്കുന്നതിന്റെ കൂട്ടത്തിൽ ക്യാബേജ് പറിച്ചു കൊടുക്കാം. അപ്പം അത് മാറ്റിയിട്ട് അതും ചട്ടിയിൽ നട്ട ചൈനീസ് ക്യാബേജ് മാറ്റിയിട്ട് എന്ത് ചെയ്യാം, നമുക്ക് അവിടെ ഈ തൈകൾ വെച്ചു കൊടുക്കണം. ചട്ടിയിലായാലും നമ്മൾ എവിടെ നടുകയായാലും പച്ചക്കറിക്ക് ഏറ്റവും വേണ്ടത് നല്ല വെളിച്ചം നല്ല വേണം. സൂര്യപ്രകാശം എത്രത്തോളം തട്ടും അത്രയും വേണം, അത്രയും നനവും വേണം. ഈ 2 സാധനം കറക്റ്റ് ആയാലേ ഏത് പച്ചക്കറി നന്നാവുള്ളൂ. തണുപ്പത്ത് ചോലയിലൊക്കെ വെച്ച് കഴിഞ്ഞാലൊന്നും പച്ചക്കറി നന്നാവില്ല. ബിയമോളെ ഐബൂനെ നോക്കിയാട്ടോ, ഐബൂനെ അവിടെ നിർത്തിയിട്ടാണ് ഞങ്ങൾ വീഡിയോ എടുക്കുന്നത്. ഇന്ന് കുറച്ച് നമ്മൾ വൈകിപ്പോയി, നമ്മൾ ഇത്രയും മണ്ണൊക്കെ നിറയ്ക്കാനുള്ളതുകൊണ്ട് ഒരു സമയമായി. അപ്പം സാധാരണ നമ്മൾ വീഡിയോ എടുക്കുന്നതിലും കുറെ വൈകിട്ടാണ്. അപ്പൊ ഐബു ഉറങ്ങി എണീറ്റ് പോയി. പിന്നെ ബിയമോളെ ഏൽപ്പിച്ചിട്ട് ഞങ്ങൾ വേഗം സെറ്റാക്കുക. അപ്പൊ നട്ടും കഴിഞ്ഞിട്ട് ഇനി ഫാമിലെ പണികൾ അടുത്തത് ഉച്ചയ്ക്കത്തെ നമ്മളെ കറവിന്റെ കാര്യങ്ങളൊക്കെ തുടങ്ങാനായി. അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോയില്. അപ്പം എല്ലാവരും പറ്റുന്ന എല്ലാവരും ഇപ്പൊ ഈ ശീതകാല പച്ചക്കറികൾ ഇനിയും നടാൻ സമയമുണ്ട്. ഞങ്ങൾ വയനാട്ടിൽ കുറച്ചുകൂടെ സമയമുണ്ട്. മറ്റുള്ളവർക്കൊന്നും കറക്റ്റ് റെഡിയായി കിട്ടൂല, തണുപ്പ് കുറവൊക്കെ ആയതുകൊണ്ട്. എന്നാലും പറ്റുന്ന എല്ലാവരൊക്കെ ഗ്രോ ബാഗിലൊക്കെ ഇതുപോലെ എല്ലാ ഐറ്റം നട്ടു വെക്കുക, കുറച്ചൊക്കെ ചെയ്തു വെക്കുക. എന്തായാലും സക്സസ് ആവും. നമുക്ക് എന്തായാലും ചെറിയ തണുപ്പും കാര്യങ്ങളൊക്കെ നമുക്ക് ഫെബ്രുവരി ആദ്യം വരെയൊക്കെ ഉണ്ടാവും. വയനാട്ടിലുള്ളവർ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. മറ്റുള്ളവർ നമുക്ക് കറക്റ്റ് പറയാൻ പറ്റില്ല, ചൂടും കാര്യങ്ങളായതുകൊണ്ടൊന്നും റെഡി ആയി കിട്ടില്ല. ഇടുക്കി വയനാട്ടിലുള്ളവരൊക്കെ നമ്മൾ വീഡിയോ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ വേഗം നമ്മൾ വീട്ടാവശ്യത്തിനെങ്കിലും ഇതുപോലെയൊക്കെ ചെയ്തു നോക്കി. നമ്മൾ വിചാരിച്ചതിലും കൂടുതൽ ഗുണങ്ങൾ ഈ പച്ചക്കറികൾക്കൊക്കെ ഉണ്ട്. നമ്മൾ അത് അറിയാൻ പുറം രാജ്യങ്ങളും വിദേശികളൊക്കെയാണ് ഇതൊക്കെ കൂടുതൽ കഴിക്കുന്നത്. അവർക്കൊക്കെ ഇതിന്റെ ഗുണങ്ങൾ അറിഞ്ഞുകൊണ്ടാണ് ഈ കാര്യങ്ങളൊക്കെ ഈ സാധനങ്ങളൊക്കെ നല്ല കഴിക്കുന്നത്. നമ്മൾ എന്ത് ചെയ്യുക, കുറച്ചെങ്കിലും ഇതൊക്കെ കൃഷി ചെയ്തിട്ട് നമ്മളെ വീട്ടാവശ്യത്തിനുള്ള രീതിക്കെങ്കിലും ഇതൊക്കെ ചെയ്യാൻ നോക്കുക.